ഇന്നത്തെ ജോലിയില്ലേ നേരത്തെ പോന്ന്? ജോലിയില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു ചീറാപ്പ് കാണിക്കണ്ട് കനകൻ. അതെ അതെ ജമന്തി, ഇപ്പൊ ഓഫീസിൽ ഇവൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട പോലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെ പറയണു. ഉറക്കത്തിൽ സ്വപ്നം കണ്ടവൻ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. എന്താടാ എന്താടി നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഒരു സ്വപ്നം കണ്ടു. എന്താ എന്താ ആ മിണ്ടുന്നില്ല. എന്തേടാ കണ്ടാ കനക? കനക പൊട്ടം കടിച്ചോലെ നിക്കണേ. എന്റെ പെങ്ങളാ വിളിക്കണ. എടാ, നിന്റെ വായിക്കാത്ത വല്ല കുഴിക്കോട്ടം കയറിപ്പെട്ട ചോദിക്കണ കേക്കണില്ലേ? ഇതെന്താ പറ്റിയത്? ഇത് അതെ, നാളെ രാധാകൃഷ്ണൻ പോസ്റ്റ് ചെയ്യുന്ന വീണ് മരിച്ചില്ലേ? അതീ പിന്നെ ഇവന്റെ ഒരു പ്രകൃതം ഇങ്ങനെയാണ്. അതിനെന്തിനാ ഇവനിങ്ങനെ ആരോടും മിണ്ടാതെ പറയാതിരിക്കണേ? ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ദിവസമല്ല ഞങ്ങളുടെ കൂടെ ജോലിക്ക് വന്നത്. ഞാൻ പോസ്റ്റേ കയറാന്ന് പറഞ്ഞപ്പോ കനകൻ പറഞ്ഞു നീ കയറണ്ട, അവൻ കയറി പഠിക്കട്ടെ എന്ന്. കനക നിർബന്ധിച്ചോട്ടാണ് അവൻ കയറിയത്. അറിയാൻ പാടില്ലാതെ എവിടെയോ കയറി പിടിച്ച് അവൻ തല്ലി നിലത്ത് വീണു. റോട്ടിൽ തല അടിച്ച് ചോര വരണണ്ടപ്പോ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഓടി. ഞാൻ വെള്ളവും കൊണ്ട് വരുമ്പോ ഇവൻ കനകന്റെ മടിയിൽ കിടന്ന് അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് കനകന് മനസ്സിലായില്ല. കനകന്റെ മടിയിൽ കിടന്ന് അവൻ മരിച്ചത്. അതേ പിന്നെ ഇവൻ ഇങ്ങനെ തന്നെയാണ്. വെറുതെ അല്ല, അവൻ പറഞ്ഞിട്ടല്ലേ അവൻ പോസ്റ്റിൽ കയറിയത്. അതിന്റെ കുറ്റബോധമാണ് അവനിപ്പോ ഇങ്ങനെ തോന്നിയത്. കനക, അതാ ചെറുക്കന്റെ സമയം, അങ്ങനെ കണ്ടാ മതി. ഓ, എന്ത് സമയം? സമയത്തിനൊക്കെ ഒരു കണികയുടെ വലിപ്പേ ഉള്ളൂ. അവിടെ നേരത്തെ എന്നോ വൈകിട്ടെന്നോ ഒക്കെ ഉള്ള പദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. മനസ്സിലായില്ല. നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായിട്ടുള്ളതാണ് പ്രപഞ്ചം. അവിടെ ഒരു മാത്രം വന്നു പോകുന്ന അതിഥികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് കാശടക്കാത്തവരുടെ ഫീസ് ഊരണ്ടെന്നാണ് ഇവൻ പറയണ കാലത്തോട്ട്. അതിന് യവനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചുമ്മാതാമ്മേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്നെ പറ്റിക്കാറുണ്ട്. ഇവൻ ഇതേപോലെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്താണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം. അഹം അഹം ബ്രഹ്മാസ്മി. ഞാൻ എന്ന് പറയുന്ന സംഗതി മിഥ്യയാണ്. അതാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മം. അതുകൊണ്ട് ഞാൻ എന്ന് പറയാൻ പാടില്ല. തന്നെ പിന്നെ അങ്ങനെ ഞാൻ പറയാതിരിക്കും. എന്താണ് ഞാൻ? ഞാൻ എന്താണ്? മലയാളം അല്ലേ ഇത്? എന്റെ കൈയാണോ, കാലാണോ, കണ്ണാണോ, മൂക്കാണോ, ചെവിയാണോ, വായാണോ, അതോ എന്റെ ഹൃദയാണോ, കരളാണോ, അതോ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പദാർത്ഥാണോ? ആണോ? ആണോ? എന്റെ പൊന്നാര കനക, എനിക്കറിയാൻ പാടില്ല. ഞാൻ വേറെ ജാതിയല്ലേ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ചരട് വെച്ച് കെട്ടി കൊടുത്താലോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ അവന് ചായയാണ് ഇഷ്ടം. നീ പോയി ചായ എടുത്തോണ്ട് വാ. ഇഷ്ടം ഇഷ്ടം അനിഷ്ടങ്ങളുടെ ഒരു കലവറയാണ്. എന്ത് ഇഷ്ടം? ഇഷ്ടം അനിഷ്ടം. ഇഷ്ടം എന്ന് പറയണ തന്നെ അനിഷ്ടം. അനിഷ്ടങ്ങൾ പിന്നെ ഇഷ്ടം എന്ന് പറയും. ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ അനിഷ്ടങ്ങളുടെ ഒരു വലിയ കലവറയാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഇഷ്ടങ്ങളെ ത്യജിക്കുന്നയാളാണ് സത്യത്തിൽ ത്യാഗി. ത്യാഗിക്ക് മാത്രമാണ് മോക്ഷം. മോക്ഷം ത്യാഗിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവന് മാത്രമേ കിട്ടൂ. എന്നാൽ അവന് കുറച്ച് ഇഷ്ടമല്ലാത്ത സാധനം കൊണ്ടേ കൊടുക്ക്. കുറച്ച് പാവയ്ക്ക ജ്യൂസ് കൊടുക്കടി. അതാകുമ്പോൾ കയ്പാണല്ലോ. കയ്പും ക്ഷണികമാണ്. കയ്പ് ക്ഷണികമല്ലേ? ക്ഷണികമാണ് കയ്പും. അത് ജീവൻ പോലെ ക്ഷണികമാണ്. പിന്നെ കയ്പ് മധുരമായിട്ട് മാറും. അതിനൊരു നെല്ലിക്ക് നിന്നിട്ടേ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി കുടിക്കേണ്ടി വരും. രുചിഭേദങ്ങളെ ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ ആർത്തി ഉണ്ടല്ലോ, അത്യാർത്തി, ത്വര, അത് ശരിക്കും ആത്മാവിനെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തും. എന്തൊരു കഷ്ടമാണെന്ന് പറ. നമ്മ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇത്തിരി ആത്മീയതയും കൂടി ചേർത്ത് തിരിച്ചു പറയും. ആത്മീയത കണ്ട ആത്മീയതയും ലൗകികതയും രണ്ടല്ലോ. അത് രണ്ടും ഒന്നല്ലേ? ഒന്നായിട്ടുള്ള ഈ ഒരു സംഗതിയെ വേർപെടുത്താൻ വേണ്ടി നോക്കുന്നത്, അടർത്തി മാറ്റാൻ വേണ്ടി നോക്കുന്നത് മണ്ടത്തരമാണ്. അതാണ് മൂഢത. മൂഢത മൂഢത. ഒരു പ്രശ്നമില്ല. ഫാസിലെ സത്യം പറഞ്ഞോ, ഇവൻ എവിടുന്നാണ് കള്ളു മേടിച്ചു കൊടുത്തത്? അയ്യോ, ഇത് കള്ളു കുടിച്ചിട്ടൊന്നുമല്ല. കള്ളും കഞ്ചാവും കുടിച്ച് ഇവന്റെ വർത്താനം എനിക്ക് അറിയാൻ പാടില്ലതല്ലേ. ഇത് കള്ളും അല്ല കഞ്ചാവും അല്ല. പിന്നെന്താ?
ഇത് നല്ല മുഴുവട്ടാന്നാ തോന്നണം. അല്ല ഇത് മുഴുവട്ടൊന്നും അല്ല. ഇത് അവന്റെ ദേഹത്ത് എന്തോന്ന ബാധ കൂടിയതാ. കണ്ട ആ മംഗലത്ത് മാധവൻ ജോത്സ്യനെ വിളിച്ചൊരു മന്ത്രവാദം കഴിപ്പിക്കാൻ നമുക്ക്. ഗീത എവിടെ അമ്മേ? ഭഗവത്ഗീത എവിടെ അമ്മേ? അത് അലമാരി ഇരിപ്പുണ്ട്. വേദഗ്രന്ഥങ്ങളൊന്നും അലമാരയിൽ വെച്ചിട്ട് പൂട്ടാനുള്ളതല്ല, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പാരായണം ചെയ്യണം. അയ്യോ എടാ നീ അല്ലേ പറഞ്ഞത് അലമാരി വെക്കാൻ. ഒന്നുമല്ലെന്നേ, നിങ്ങൾ അമ്മാവനെ വിളിച്ചിട്ടേ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ നോക്ക്. ഈ അവയില്ലാർക്ക് ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടായോ അമ്മച്ചി? അയ്യോ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ വീട്ടിൽ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു സംഭവം. അന്ന് അമ്മാവനെ വിളിക്കും, ഞാൻ കണ്ട ഞാൻ പറഞ്ഞുകൂടാ. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചോട്ടാ. ഇതെന്തോ ഒരു അസുഖം തുറക്കണം. നീ പോയിക്കേ. അമ്മേ, ഈ മാമി ഈ താടിയും വളർത്തി മുണ്ടൊക്കെ ഇട്ട് സന്യാസി പോയി നിൽക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? എന്റെ പൊന്നു മോനെ ആത്മാവിനെ പൊതിയുന്ന മാംസമാണ് ശരീരം. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം ഭസ്മമായി തീരേണ്ടതാണ്. അങ്ങനെയുള്ള ദേഹത്ത് ഈ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ട് ശോഭിക്കുന്നുണ്ടോ മൂടന്മാരാണ്. മൂടനെ മോക്ഷമില്ല. കാണുന്നില്ലല്ലേ? ഫോൺ ചെയ്ത് അനേഷനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വരാൻ പറ. Versus Alien.